നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം ആവശ്യമില്ല. ന്യായം ആവശ്യമില്ലാത്ത സന്തോഷമാണ് യഥാർത്ഥത്തിൽ നമ്മെ ജീവനുള്ളവരാക്കുന്നത്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അയാൾ എന്നും കടപ്പുറത്ത് ഓടാൻ പോകുന്നത് ആൾക്കാരെല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ്. പാതിരാ കടപ്പുറത്ത് ഒറ്റയ്ക്ക് ഓടുന്നതാണ് അയാളുടെ ഇഷ്ടം. ഒരിക്കൽ അയാൾ ഓടുമ്പോൾ ആ പാതിരാത്രിക്ക് കടപ്പുറത്തുള്ള ഒരു പാറക്കല്ലിൽ ഒരാൾ തനിച്ചിരിക്കുന്നത് കണ്ടു. ഒരിക്കൽ അവരെ കടന്നുപോയപ്പോൾ അവർ കൈകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. അടുത്തു ചെന്നപ്പോൾ അവർ ഗിറ്റാറിൽ ശ്രുതി മീട്ടുകയാണ്. അവർ പറഞ്ഞു, രാത്രിയിൽ നിങ്ങളിങ്ങനെ ഓടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ പാതിരാത്രിക്ക് ഇങ്ങനെയും ഓടുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. രാത്രിയിൽ ഈ കടപ്പുറം തീർത്തും നിശബ്ദമാണ്. ഈ നിശബ്ദതയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഓടുമ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു, ഒരു ധ്യാനത്തിലെന്ന പോലെ, അയാൾ പറഞ്ഞു നിർത്തി. അവർ വീണ്ടും ഗിറ്റാർ വാദനം തുടർന്നപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ആളില്ലാത്ത കടപ്പുറത്ത് പാതിരാത്രി വന്നിരുന്ന് ഗിറ്റാർ വായിക്കുന്നത്? ആരാണിവിടെ ഇത് കേൾക്കാനുള്ളത്? പെട്ടെന്ന് തന്നെ അവരുടെ മറുപടി പറഞ്ഞു, ഇത് എനിക്കും ഒരു ധ്യാനമാണ്. ആർക്കും കേൾക്കാൻ വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രം. നിങ്ങളുടെ പാതിരാ ഓട്ടം പോലെ. പരസ്പരം ചിരിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു. ഓരോരുത്തർക്കും ആനന്ദം നൽകുന്നത് ഓരോരോ കാര്യങ്ങളായിരിക്കും. അതിന് പ്രത്യേക ന്യായത്തിന്റെ ആവശ്യമില്ല. തനിച്ചു ചെയ്യുന്ന കാര്യത്തിന് നമ്മുടെ മനസ്സ് സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ മറ്റൊന്നും അവിടെ പ്രസക്തമല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംഗീതം കയറി വരുന്നുണ്ട്. നാം മാത്രം കേൾക്കുന്ന ഒരു സംഗീതം. അതൊരു സന്തോഷമാണ്, ന്യായങ്ങൾ ആവശ്യമില്ലാത്ത സന്തോഷം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.